ആണല്ലോ. അല്ല, വിഷ്ണുവേട്ടനടക്കം നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ഇതെല്ലാം നിന്റെ തോന്നലാ മോളെ. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ആള് നീയല്ലേ. അപ്പൊ പിന്നെ നിന്നിൽ നിന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒളിക്കുവോ? എങ്കിൽ പറ, അന്നത്തെ ദിവസം നസീർ ഇവിടെ വന്നില്ലേ? പിന്നെ നസീറിന് എന്താ സംഭവിച്ചേ? എന്തെങ്കിലും കൈ അബദ്ധം നിങ്ങൾക്ക് പറ്റിപ്പോയോ? ദേ, അവൻ അവസാനമായിട്ട് സംസാരിച്ചത് അവന്റെ ബാപ്പ അബൂബക്കറിന്റെ അടുത്താ. അത് അവൻ ഈ വീട്ടിൽ നിന്ന് സംസാരിച്ചു എന്നാ പറയുന്നത്. അതിനുശേഷമാണ് അവനെ കാണാതായിരിക്കുന്നത്. ഏതോ ഒരു പട്ടി എവിടുന്ന് ഒരു കൈപ്പത്തി കടിച്ചോണ്ട് വന്നപ്പോ ഞാൻ കണ്ടത് അമ്മയുടെ മുഖത്തെ ഭയം, കണ്ണുകളിലെ പേടി, നിങ്ങളുടെ ഓരോരുത്തരുടെയും ചങ്കിടിപ്പ്. പറ, എന്താ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സില്? അമ്മ പറയേ, നസീറിന് എന്താ സംഭവിച്ചേ? വേലായുധൻ വിഷ്ണുവേട്ടനെതിരെ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ ഒരു കൊലപാതകത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ നസീറിന്റെ കൊലപാതകമാണോ? ദേ, എനിക്കറിയണം, ഇതിൽ പെട്ടിരിക്കുന്നത് എന്റെ ഭർത്താവാ. ദേ, അറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. മോളെ നടന്നെന്താന്ന്? മോളെ, ഇത് ആ ചാച്ചപ്പനൊപ്പിച്ച പണിയാണ്. വേലായുധനുണ്ടായ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ചാച്ചപ്പനാ വേലായുധനെ കുത്തിയത്. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വിഷ്ണുവിന്റെ പേര് പറഞ്ഞു പോയതാ മോളെ. ഞാനൊന്ന് ചെന്ന് വേലായുധനെ കണ്ടാ തീരുന്ന പ്രശ്നമുള്ളത്. എന്തായാലും എനിക്ക് എന്റെ വിഷ്ണുവേട്ടനെ നഷ്ടപ്പെടാൻ പാടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാടാവാനായി ഞാൻ എന്റെ വിഷ്ണുവേട്ടനെ വിട്ടുകൊടുക്കുകയില്ല. ആരെ വേണമെങ്കിലും അച്ഛന് കാണാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം. പക്ഷെ ഒരാളും എന്റെ വിഷ്ണുവേട്ടനെ തിരക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു പോരുത്.